ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താണ് ഈ ഒരു ലേസും കയ്യിൽ പിടിച്ച് കാണിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡ്രസ്സിലേക്ക് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡും മാലയും അതുപോലെ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാനുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ തന്നെ വേണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ ഈ ഒരു കളർ മെറ്റീരിയൽ അന്വേഷിച്ച് ഞാൻ ഒരുപാട് നടന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഈ ഒരു ലേസാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു ലേസ് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇതുപോലെയുള്ളൊരു സിൽവർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലേസ് വെച്ചിട്ട് എങ്ങനെ ഹെയർ ബാൻഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിൽ നമുക്ക് എത്ര അളവിലാണ് ലേസ് വേണ്ടത് എന്ന് ഇതുപോലെ പിടിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതേ വലുപ്പത്തിൽ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലേസിന് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ഈ ഇത്രയും വീതി വേണ്ട ലേസ്, അപ്പോൾ വീതി കുറക്കാനായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. എടുത്തിരിക്കുന്ന 2 പീസിൽ നിന്നും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം നമുക്കൊന്ന് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി ഉരുക്കി കൊടുക്കണം. ഈ ലേസിലെ നൂലൊക്കെ വലിഞ്ഞു പോകുന്ന കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉരുക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ലേസിനെ ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഹെയർ ബാൻഡിൽ ഒട്ടിക്കാനായിട്ടാണ് ഇതുപോലെ സെൻറ്റർ ഭാഗം പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ലേസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഹെയർ ബാൻഡിൽ പകുതിയാക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഹെയർ ബാൻഡിൻ്റെ പകുതി ഭാഗത്താണ് ഒട്ടിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ലേസും നമ്മൾ ഇതുപോലെ ലേസിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒട്ടിച്ച ലേസിന് അഭിമുഖമായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഒട്ടിക്കാനായിട്ട് B7000 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൽ അതൊരു ബോറായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒട്ടിക്കാനായിട്ട് B7000 ഗ്ലൂ യൂസ് ചെയ്തത്. നമ്മൾ ഈ ഒരു രീതിയിൽ ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ലേസ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയിലൊരു വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഒട്ടിക്കാനായിട്ട് B7000 യൂസ് ചെയ്തതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും അങ്ങനെ വൈറ്റായിട്ട് ബോറായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത ആ ഭാഗത്ത് ചെറുതായിട്ടൊരു വൈറ്റ് കളറായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റോൺ ലേസ് ആണ്. സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ സ്റ്റോൺ ലേസിന് മുകളിലൂടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്ര നീളത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ വലുപ്പത്തിലുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ ലേസിന് മുകളിലൂടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ബാൻഡിന് മുകളിലൂടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റോൺ ലേസ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റോൺ ലേസ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനോട് ചേർന്ന് തന്നെ അടുത്ത ലേസും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റിലെ സ്റ്റോൺ ലേസിനോട് ചേർന്ന് ഈ ഒരു രീതിയിൽ അടുപ്പിച്ചാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് സ്റ്റോൺ ലേസ് വളഞ്ഞൊന്നും പോകാതെ നേരെയായിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാച്ചായിട്ട് വരുന്ന 2 ക്ലിപ്പുകൾ കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ സിൽവർ കളറിലുള്ള 2.5 mm ചെറിയ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് ആവശ്യമുള്ള അത്രയും പീസ് ലേസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹെയർ ബാൻഡിൽ ചെയ്തതുപോലെ തന്നെ അത് വീതി കുറക്കാനായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും നമ്മൾ ഇതുപോലെ നമ്മുടെ അലിഗേറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ പകുതിയായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 2 പീസ് ഒട്ടിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റോൺ ലേസ് 2 നിരയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്ലിപ്പും കിട്ടിയിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡും ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാച്ചായിട്ട് വരുന്ന ഒരു മാലയും ബ്രേസ്ലെറ്റും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ കൂടുതൽ ലോങ് ആയിട്ട് പോകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.